എല്ലാവർക്കും പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പ്രത്യേക ടാരോ റീഡിങ്ങിന്റെ അവസാനത്തെയും അതുപോലെ മൂന്നാമത്തേതുമായിട്ടുള്ള ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ഭാഗങ്ങളും കണ്ടവർക്കറിയാം, നിങ്ങളെ തകർത്ത, നിങ്ങളെ ഒരുപാട് ദുരിതം അനുഭവിപ്പിച്ച, കണ്ണുനീര് കുടിപ്പിച്ച, മറ്റുള്ളവരുടെ മുന്നിൽ എന്നാൽ ഇതൊന്നും അറിയാത്തതുപോലെ നല്ലവളെന്ന ഇമേജോടുകൂടി മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്ന ആ സ്ത്രീയുടെ തനിനിറം പ്രപഞ്ചം എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമ്മൾ കൃത്യമായി കണ്ടു കഴിഞ്ഞതാണ്. അവർ വിശ്വസിക്കുന്ന അവരുടെ ബന്ധത്തിൽപ്പെട്ട രക്തബന്ധമുള്ള ഒരു യുവാവ് വഴി, അല്ലെങ്കിൽ അവരുടെ ഒരു അവരെക്കാൾ പ്രായം കുറഞ്ഞ അവരുടെ ഒരു ലവർ ആയിട്ടുള്ള ഒരു വ്യക്തി വഴി, അവർ വിശ്വസിക്കുന്ന ആ വ്യക്തി വഴി അവരുടെ സാമ്പത്തിക ചതികളും രഹസ്യങ്ങളും വരും മാസങ്ങളിൽ വെളിച്ചത്താകുമെന്നും സമൂഹത്തിൽ അവർ കെട്ടിപ്പടുത്ത ഇമേജ് തകരുമെന്നും പ്രപഞ്ചം നമുക്ക് കാണിച്ചു തന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ അന്തിമഘട്ടമാണ്. അതായത് പ്രപഞ്ചത്തിന്റെ ആ വലിയ തിരിച്ചടി കിട്ടിക്കഴിയുമ്പോൾ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അതുപോലെ പണം, പദവി, ആരോഗ്യം, സ്വന്തം കുടുംബം, ഇതിലേതിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ തകർന്നടിയാൻ വേണ്ടി പോകുന്നത്, മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി സന്തോഷിച്ച് അവർ അനുഭവിക്കാൻ പോകുന്ന ആ കടുത്ത ഏകാന്തത എങ്ങനെയുള്ളതായിരിക്കും. എല്ലാത്തിലും ഉപരിയായി ഇത്രയും കാലം നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിന് പകരമായി പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ നൽകാൻ പോകുന്ന ആ വലിയ സൗഭാഗ്യം എന്തായിരിക്കും? ഇതൊക്കെയാണ് നമ്മൾ ഈ 3-ാം ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വലിയ തിരിച്ചടിയും നാണക്കേടും ഉണ്ടാകുമ്പോൾ ഇത്രയും നാൾ അഹങ്കാരത്തോടെ ജീവിച്ച ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥകൾ എന്തായിരിക്കും? ഓരോ കാർഡ് വീതം എടുക്കാൻ വേണ്ടി ഫീൽ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഏസ് ഓഫ് പെന്റക്കിൾസ്. എന്റെ അമ്മേ, എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ്, എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. നിങ്ങൾ ഇതിന്റെ 1-ാം ഭാഗവും അതുപോലെ തന്നെ 2-ാം ഭാഗവും കാണണം കേട്ടോ. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടവർ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് കണ്ടു നോക്കണം. നമ്മുടെ 1-ാം ഭാഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് കപ്സ് ആയിരുന്നു. 2-ാം ഭാഗത്തിലെ സ്റ്റാർട്ടിംഗ് കാർഡ് ഏസ് ഓഫ് സോഡ്സ് ആയിരുന്നു. 3-ാം ഭാഗത്തിലെ സ്റ്റാർട്ടിംഗ് കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾസ്. എങ്ങനെയാണ് യൂണിവേഴ്സിനോട് ഇക്കാര്യത്തിൽ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കണ്ടവർക്കറിയാം തീർച്ചയായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഓക്കെ, 5 of Wands ആൻഡ് ഹയർഫന്റ്. പണത്തോടുള്ള അമിത മോഹവും അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള കാപട്യവും പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കപടത, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ പേരിലൊക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, അതിന്റെയൊക്കെ ചട്ടക്കൂടിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകാൻ പോകുന്നതെന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. തിരിച്ചടി കിട്ടുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്കിത് വന്നത്, ഈ കാർഡ് കിട്ടിയത്. ഈ കാർഡുകൾ കാണിക്കുന്നത് അവരുടെ മനസ്സ് പൂർണ്ണമായും ഒരു ഭ്രാന്താലയമായി മാറാൻ പോവുകയാണെന്നാണ്. അവർക്ക് ഓൾറെഡി ഒരു മാനസിക പ്രശ്നം ഉണ്ട്. നമുക്കത് ആദ്യ ഭാഗത്ത് തന്നെ ഒരു നോർമൽ പേഴ്സൺ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അല്ലല്ലോ അവർ ചെയ്തിരുന്നതും ചിന്തിച്ചതും. കടുത്ത ആന്തരിക സംഘർഷവും ആശയക്കുഴപ്പവുമാണ് ഈ 5 of Wands എന്ന് പറയുന്ന കാർഡ് പറയുന്നത്. തർക്കമുണ്ടാകുന്ന കാർഡുകളാണ്, എനർജിയാണ് ഈ കാർഡിൽ കിട്ടുന്നത്. കടുത്ത ആന്തരിക സംഘർഷവും ആശയക്കുഴപ്പവുമാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഈ കാർഡിൽ 5 പേർ വടികളുമായി പരസ്പരം തല്ലുകൂടുന്നതാണ് കാണുന്നത്, അല്ലെ? അതായത് തിരിച്ചടി കിട്ടുന്നതോടെ ആ സ്ത്രീയുടെ ഉള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം തുടങ്ങും. അവരുടെ ഉള്ളിൽ തുടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമാണത്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടി നിന്ന് തല്ലുപിടിക്കുന്ന ഒരു സാഹചര്യം, മുന്തും തള്ളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇവർക്ക്. യൂണിവേഴ്സ് കൊടുക്കുന്ന തിരിച്ചടിയോടുകൂടി നമ്മൾ അവിടെയാണല്ലോ നോക്കിയത്. യൂണിവേഴ്സ് എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കുന്നത് നോക്കി. ആ തിരിച്ചടിയുടെ ആരംഭമാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഈ ആരംഭ കാർഡുകളിലൂടെ നമുക്ക് കിട്ടുന്നത് ആ തിരിച്ചടിയാണ്. തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് തല്ല് കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇവർക്ക് മനസ്സിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് ചെയ്യണം, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നറിയാതെ ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകും. അവർ വിശ്വസിച്ചവർ തന്നെ അവർക്കെതിരെ തിരിയുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ യുവാവിന്റെ കാര്യമൊക്കെ പാർട്ട് 2-ൽ.
ആരോടാണ് ദേഷ്യപ്പെടേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് മാറും. അതുപോലെ തന്നെ പണം നഷ്ടപ്പെടുമെന്ന കടുത്ത ഭയം, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ പണത്തിന്റെ കാര്യത്തിലാണ് അവർക്ക് തർക്കവും തിരിച്ചടിയും വരുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ നോക്കിയില്ല, ഏത് തരത്തിലായിരിക്കും ഇവരെ, ഏത് മേഖലയിലൊക്കെയാണ് ഇവരെ ബാധിക്കാൻ പോകുന്നത്? സാമ്പത്തികമാണോ പണമാണെന്ന് പറഞ്ഞു, അതിവിടെ ഉണ്ട്. അതുപോലെ ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ നോക്കിയപ്പോൾ ഏസ് ഓഫ് കപ്സ് ആവർത്തിച്ച് നമുക്ക് വന്നിരുന്നു. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് ഈ യുവാവ് ഇവരുടെ രക്തബന്ധമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ രക്തബന്ധമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കുടുംബങ്ങൾ തമ്മിലുള്ള വലിയൊരു തർക്കങ്ങളിലേക്ക് വരെയും പോകും, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. പണം നഷ്ടപ്പെടുമെന്ന കടുത്ത ഭയം ഇവർക്ക് എന്തായാലും ഉണ്ട്. ആ സമയത്ത് ഇവർക്ക് വല്ലാതെ നേരിടേണ്ടി വരും. എന്തായാലും പണത്തിന്റെ കാര്യത്തിലാണ് അവർക്ക് തർക്കവും തിരിച്ചടിയും വരുന്നത്. കയ്യിലുള്ള പണവും പദവിയും നഷ്ടപ്പെടുമോ എന്ന കടുത്ത ആശങ്കയും ഭയവും അവരെ 24 അവേഴ്സും വേട്ടയാടും എന്നുള്ളതാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ കാണിച്ച കൂട്ടിക്കിഴിക്കലുകളെല്ലാം തെറ്റിയെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തികളെല്ലാം ഈ പണത്തെ മുൻനിർത്തി ചെയ്ത കാര്യങ്ങളാണ്, അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക തകർച്ച അവർക്ക് താങ്ങാൻ കഴിയില്ല. ഈ സമൂഹത്തിന് മുന്നിൽ മാന്യതയുടെ മുഖം മൂടിയിട്ട് ഈ പാരമ്പര്യവും ആചാരവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളത്തരം കാണിക്കുന്നതിനാണ്. അതായത് കള്ളത്തരങ്ങളൊക്കെ പുറത്താവുമ്പോൾ സമൂഹത്തിന് മുന്നിൽ താൻ വലിയൊരു യോഗ്യയാണ്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളാണെന്ന് വരുത്തി തീർക്കാൻ അവർ പരമാവധി ശ്രമിക്കും. പാരമ്പര്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നല്ല സ്വഭാവത്തിന് ഉടമയാണ്, ഇങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറയാനായിട്ടൊക്കെ, പാരമ്പര്യവാദമൊക്കെ പറയാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. പരമാവധി നോക്കും. അതായത് ദൈവത്തിന്റെയോ ആത്മീയതയുടെയോ അല്ലെങ്കിൽ നിയമത്തിന്റെയോ ഒക്കെ മറവിൽ ഒളിക്കാൻ അവർ നോക്കും. ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യുക, അങ്ങനെ അതിനൊന്നും അവർക്കൊരു മടിയുമില്ലേ. എന്ത് ചെയ്തിട്ടും ആരുടെ മേലും അത് എന്തിന്റെ പുറത്തു കൊണ്ടും അത് ഒളിപ്പിക്കാനായിട്ട് ഒരു പേടിയും ഇല്ലാത്ത ഒരാളാണ്. ഉള്ളിൽ കടുത്ത ഭയവും വെപ്രാളവും വെച്ചുകൊണ്ട് പുറമെ വലിയ മാന്യത നടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതുണ്ടാവും. അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറയും. അതിനൊന്നും ഒരു പ്രശ്നമില്ല അവർക്ക്. എന്തായാലും ആ ഒരു അവസ്ഥ അവരെ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും തളർത്തും എന്നുള്ളതാണ്. കാർഡുകൾ സൈഡിലേക്ക് വയ്ക്കാം. അങ്ങനെ ഒരു മുഖംമൂടി ഹയറഫന്റ് എന്ന എനർജിയിലേക്ക് അവർ മാറാൻ വേണ്ടി നോക്കിയാൽ അവരെ ആളുകൾ വിശ്വസിക്കുമോ? അതൊന്നും അറിയണമല്ലോ. വീണ്ടും അവർ കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടുമോ? നൈറ്റ് ഓഫ് കപ്സ്. എന്തായാലും അത് നമുക്ക് അറിയണമല്ലോ. അപ്പൊ നൈറ്റ് ഓഫ് കപ്സ് മറുപടിയായിട്ട് ലഭിച്ചിരിക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു ഉറപ്പാണ്, എന്തായാലും പറ്റില്ല. ഇത്രയും നാൾ അവർ ദൈവത്തിന്റെ പേരും അല്ലെങ്കിൽ പാരമ്പര്യ മഹിമയൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ കളി ഇനി നടക്കില്ല എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുകയാണ് ഈ കാർഡിലൂടെ. സ്വാഭാവികമായിട്ടും ഞാനിപ്പോ ഈ ചോദിച്ച ഒരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അതായത് ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പുറത്തു വരുമ്പോഴും അവർ വീണ്ടും അവരുടെ ആ ഒരു, ഇവർക്ക് ആളുകളെ ഫേക്ക് ചെയ്യാനായിട്ട് അറിയാമല്ലോ കാര്യങ്ങൾ, വളരെ തന്ത്രപരമായിട്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ അറിയാം. കരഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമാക്കി വഴി വെട്ടിത്തെളിച്ചെടുക്കുമെന്ന് നമ്മൾ 1-ാം ഭാഗത്തിൽ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് തിരിച്ചടി നൽകാൻ പോകുന്ന ആ നൈറ്റ് ഓഫ് കപ്സ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ നൈറ്റ് ഓഫ് കപ്സ് ഓർക്കുന്നില്ലേ? ഈ നൈറ്റ് ഓഫ് കപ്സ് നമ്മൾ പറഞ്ഞല്ലോ, ആ യുവാവിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ 2-ാം ഭാഗത്ത്, അത് ഈ നൈറ്റ് ഓഫ് കപ്സ് ആയിരുന്നല്ലോ. എത്ര ഒരു കോയിൻസിഡൻസ് ആണെന്ന് നോക്കി. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ആളുകൾ വിശ്വസിക്കില്ല, എക്സ്പോസ് ചെയ്യപ്പെടും ഇവർ. ആ സ്ത്രീ പുറമെ എത്ര തന്നെ ദൈവഭക്തയായോ മാന്യയായോ നടിക്കാൻ ശ്രമിച്ചാലും ഈ യുവാവിന്റെ കയ്യിൽ ഇവരുടെ കള്ളത്തരങ്ങളുടെയും അവിഹിതങ്ങളുടെയും വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇവിടെ ആ തെളിവുകളുള്ള ഒരു കപ്പുമേന്തിയാണ്, ആ തെളിവുകൾ കയ്യിലേന്തിയാണ് ഈ യുവാവ് നിൽക്കുന്നത്. ഇവർ സമൂഹത്തിന് മുന്നിൽ നന്മപരമായി അഭിനയിക്കാൻ നോക്കുമ്പോൾ തന്നെ ഈ യുവാവിലൂടെയോ അല്ലെങ്കിൽ അയാൾ വഴി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെയോ ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും. അത് ചിലപ്പോൾ ചാറ്റുകളാകാം, സാമ്പത്തിക രേഖകളാകാം, ഇവരൊക്കെ തമ്മിലുള്ള മെസ്സേജസ് ആവാം,
കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതാവാം. അങ്ങനെ അങ്ങനെ ഇവരുടെ ഇൻവോൾവ്മെന്റിന്റെ തെളിവ് എന്തായാലും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്, ആ വ്യക്തിയുടെ കയ്യിലുണ്ട്. ഇത്രയും നാൾ ആളുകളുടെ സെന്റിമെന്റ്സ് വെച്ച് കളിച്ച് രക്ഷപ്പെട്ടതുപോലെ ഇനി രക്ഷപ്പെടാൻ യൂണിവേഴ്സ് ഇവരെ അനുവദിക്കില്ല. അവർ എത്രയൊക്കെ പുണ്യവതി ചമയാൻ ശ്രമിച്ചാലും ജനങ്ങൾ അവരെ തിരിച്ചറിയുകയും ഇവരുടെ കപട നാടകം കണ്ട് പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, 7-8 മാസത്തിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് കണ്ടിരുന്നു കഴിഞ്ഞ പാർട്ട്. ഓക്കെ, ഈ വിഷയം, ഈ ഒരു എക്സ്പോഷർ, അവരുടെ മുഖംമൂടി വലിച്ചു കീറപ്പെടുമ്പോൾ അവരുടെ പണം, പദവി, ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ സ്വന്തം കുടുംബ ബന്ധങ്ങൾ, ഇതിൽ ഏതിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ഇതിൽ എന്താണ് അവരെ ബാധിക്കാൻ പോകുന്നത്? പണമാണോ, പദവിയാണോ, ആരോഗ്യമാണോ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കുടുംബ ബന്ധങ്ങളാണോ? ഏതിനാണ്? അവരുടേതായ കുടുംബ ബന്ധമുണ്ടല്ലോ, അവരുടെ രക്തബന്ധം, അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ, അവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഇത് റിഫ്ലക്ട് ചെയ്യുക? ആദ്യത്തെ കാർഡ് പേജ് ഓഫ് സോർഡ്സ്. ഇവരെങ്ങനെയാണ് നിങ്ങളെ കൈകാര്യം ചെയ്തിരുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് 7 ഓഫ് പെന്റക്കിൾസ്. ആ യുവാവിന്റെ കാത്തിരിപ്പിനെ പറ്റി പറഞ്ഞതാണ്. 2 ഓഫ് വാൺസ്, 10 ഓഫ് കപ്സ്. വീണ്ടും കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങൾ വന്നു. സ്വന്തം ബന്ധങ്ങളെ പറ്റി ചോദിച്ചപ്പോഴാണ് കേട്ടോ 10 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പണം, പദവി, ആരോഗ്യം, അവരുടെ കുടുംബ ബന്ധങ്ങൾ, ഇതിലെങ്ങനെയാണ് റിഫ്ലക്ട് ആവുന്നതെന്നാണ് നമ്മൾ ചോദിച്ചത്. പണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ നമുക്ക് പേജ് ഓഫ് സോർഡ്സ് ആണ് ലഭിച്ചിരിക്കുന്നതല്ലോ. വാളേന്തി ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു യുവാവാണിത്. ഇതിനർത്ഥം പണത്തിന്റെ കാര്യത്തിൽ അവർക്ക് വരാൻ പോകുന്നത് കടുത്ത നിരീക്ഷണവും തർക്കങ്ങളുമാണ്. ആ യുവാവിനെ പറ്റി തന്നെ ആയിരിക്കും ഇത് പറയുന്നത്, വേറെ ആരെങ്കിലും ആകാം. എന്നാലും ഒരു യുവാവ് ഇവരെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, രഹസ്യമായി അവർ പൂഴ്ത്തിവെച്ച പണം അല്ലെങ്കിൽ ചതിയിലൂടെ നേടിയ സ്വത്തുക്കൾ എന്നിവയെല്ലാം ആരോ നിരീക്ഷിക്കുന്നുണ്ട്. ഈ പണവുമായി ബന്ധപ്പെട്ട് കടുത്ത ചോദ്യം ചെയ്യലുകളും കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയും അവർക്കുണ്ടാകും. പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താനാകാതെ അവർ വല്ലാതെ വിയർക്കും. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, പദവി എന്നിവയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾസ് ആണ്. അവർ നട്ടു നനച്ച കൃഷി നോക്കി നിൽക്കുന്ന ഒരു കർഷകന്റെ പോലെയാണ്, അല്ലെ? വിളവെടുക്കാൻ നിൽക്കുന്ന കർഷകന്റെ ചിത്രം. ഇത്രയും നാൾ സമൂഹത്തിൽ വലിയൊരു സ്ഥാനവും പദവിയും അന്തസ്സും ഉണ്ടാക്കിയെടുക്കാൻ അവർ ഒരുപാട് കള്ളത്തരങ്ങളും അടവുകളും പയറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ കാർഡ് കാണിക്കുന്നത് അവർ ഉണ്ടാക്കിയ ആ പദവിയുടെ വിളവെടുപ്പ് സമയത്ത് അവർക്ക് നിരാശ മാത്രമായിരിക്കും ഫലമെന്നാണ്. അവർ കെട്ടിപ്പടുത്ത ആ പദവി ഒരൊറ്റ നിമിഷം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതാകും. ഞാൻ ഇത്രയും നാൾ ചെയ്തതിനൊക്കെ ഇതാണോ ഫലം എന്നോർത്ത് അവർക്ക് അത്യധികം ദുഃഖിക്കേണ്ടി വരും. അതുപോലെ ആരോഗ്യത്തിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. ഇത് ഒരു ഗ്ലോബുമായിട്ട് ലോകം കയ്യിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഒരാളെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇവിടെ ആരോഗ്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നൽകുന്ന സൂചന, അതിനാണ് നമുക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത്. മാനസികമായ അസ്വസ്ഥതകൾ കാരണം അവരുടെ ശാരീരിക ആരോഗ്യം വല്ലാതെ ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ക്ഷയിക്കും. എങ്ങോട്ട് പോകണം, ആരോട് സഹായം ചോദിക്കണം എന്നറിയാതെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. കടുത്ത മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആകുലതകൾ എന്നിവ കാരണം അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അവരുടെ ആ പഴയ ചുറുചുറുക്കും അഹങ്കാരവും പൂർണ്ണമായി ഇല്ലാതാകും. കുടുംബ ബന്ധങ്ങൾ, അവരുടെ സ്വന്തം ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രഹരം ഇവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ അത് ആദ്യമേ പറഞ്ഞല്ലോ. ഏസ് ഓഫ് കപ്സും 10 ഓഫ് കപ്സും ഒക്കെ ആദ്യത്തെ പാർട്ടിൽ തന്നെയൊക്കെ വന്നിരുന്നു. 2ാം പാർട്ടിലും അത് ആവർത്തിച്ചിരുന്നു. ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ബന്ധങ്ങളിലായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ അതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കുമ്പോൾ 10 ഓഫ് കപ്സ് ആണ് അതിന്റെ ഏറ്റവും മൂർച്ചയേറിയ, ഏറ്റവും തീവ്രമായ കാർഡാണിത്. ഇതൊരു സന്തോഷമുള്ള കുടുംബത്തെയാണ് സാധാരണ നോർമൽ ആസ്പെക്റ്റിൽ നമ്മൾ കാണുന്നത്. ഈ കാർഡിനെ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ അതിന്റെ അർത്ഥം അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അഭിമാനമായിരുന്ന അവരുടെ സ്വന്തം കുടുംബ ബന്ധങ്ങൾ തകരുമെന്നാണ്. അവരുടെ ഈ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടല്ല.
എന്തായാലും പാർട്ട് 2 നമ്മൾ കണ്ട ആ യുവാവും ഇവരുമായുള്ള തർക്കം മിക്കവാറും ആ യുവാവ് തന്നെ ആയിരിക്കും. ഇനി വേറെ ആരെങ്കിലും ഒരു യങ് എനർജി കടന്നു വരുന്നുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും മിക്കവാറും ആ യുവാവായിരിക്കാം. ഇവരുമായിട്ടുള്ള തർക്കം വീട്ടുകാരും ബന്ധുക്കളും അറിയും. കുടുംബത്തിനുള്ളിൽ കടുത്ത വഴക്കുകളും പരസ്പരം ചെളിവാരിയെറിയലുകളും തല്ലുപിടുത്തങ്ങളും തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവും. പുറം ലോകത്തിനു മുന്നിൽ ഹാപ്പി ഫാമിലി എന്ന് അഭിനയിച്ചിരുന്ന അവരുടെ കുടുംബത്തിന്റെ സമാധാനം പൂർണ്ണമായും തകരുകയും ആ ഇമേജ് തകർന്നടിക്കുകയും ചെയ്യും. ഇവരുടെ സ്വന്തം രക്തത്തിൽ തന്നെയുള്ള ആരോ ഒരാളാണ് മിക്കവാറും അവർക്കെതിരെ തിരിയുക. അപ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ഒറ്റപ്പെടൽ അവർക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം ഇത് വെറുതെ ഒന്നും അല്ലല്ലോ. നിങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പാർട്ട് 1 കണ്ടതാണ്. അവരുടെ ചിന്താഗതി കണ്ടതാണ്. എനിക്ക് തുടർന്ന് റീഡ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ റീഡിങ് അവിടെ അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു അത്രയും കടുത്ത ഒരു എനർജി ആയിരുന്നു. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അത്രയും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വല്ലാത്ത സംശയം തോന്നിപ്പോയിരുന്നു. അതാണ് ഇവര്, അങ്ങനെയുള്ള വ്യക്തിയാണ് ഇവർ. വെറുതെയാണ് യൂണിവേഴ്സ് ഇത്രയും വലിയ തിരിച്ചടി അവർക്കായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി സന്തോഷിച്ച ആ സ്ത്രീ വരും ദിവസങ്ങളിൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ഏകാന്തതയും ഭയവും എല്ലാമാണോ? നിങ്ങളോട് ചെയ്തതിന് തുല്യമായിട്ട് എന്തായിരിക്കും അവർ അനുഭവിക്കുക? ഫൂൾ കാർഡ് ഓർക്കുന്നുണ്ടോ? അവർക്ക് എന്ത് തിരിച്ചടിയാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ, എങ്ങനെയാണത് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫൂൾ കാർഡ് വന്നിരുന്നു. ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും അവർക്ക് അത് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഫൂളും 8 ഓഫ് വാൺസും 9 ഓഫ് കപ്സും ആണ്. നിങ്ങളെ മാത്രമല്ല ഒരുപാട് ആളുകളെ ദ്രോഹിച്ച ആ വ്യക്തിക്ക്, ആ സ്ത്രീക്ക് ഒടുവിൽ എന്താണ് സംഭവിക്കുക എന്ന് ഈ പ്രപഞ്ചം ഇതിലൂടെ, ഈ കാർഡുകളിലൂടെ കൃത്യമായിട്ട് കാണിച്ചു തരികയാണ്. ഇവിടെ 8 ഓഫ് വാൺസ് എന്ന കാർഡ് വന്നിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതായത് വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു തകർച്ച എന്നാണ് ഇതിന്റെ സൂചന. ഈ കാർഡിൽ 8 വടികൾ ആകാശത്ത് നിന്ന് വളരെ സ്പീഡിൽ, നിങ്ങൾ കാണാമോ? ക്ലിയർ അടിക്കുന്നുണ്ട്. വളരെ സ്പീഡിൽ ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് ചിത്രം. ഇതിനർത്ഥം അവരുടെ തകർച്ചയും ഒറ്റപ്പെടലും വളരെ പെട്ടെന്ന്, സഡൻ ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെയായിരിക്കും സംഭവിക്കുക. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ തകർച്ച അവരുടെ സർവ്വ പ്രതാപവും ഇല്ലാതാക്കും. കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോകും. വിചാരിക്കാത്ത സ്പീഡിൽ കാര്യങ്ങൾ തകർന്നടിഞ്ഞു പോകും. ഫൂൾ കാർഡ് ഒറ്റപ്പെടലും അതുപോലെ ആരുമില്ലാത്ത അവസ്ഥയുമാണ്. തനിച്ചാണ് പോകുന്നത്. അത് ഭ്രാന്തിയെ പോലെ പോകും. ഇത് പാർട്ട് 1 ഈ കാർഡ് വെച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഗ്ലെയർ അടിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി അങ്ങനെ ഒരു ഷൈനിങ് ഉള്ള കാർഡുമാണ്. അവിടെ നമ്മൾ പാർട്ട് 1 കണ്ടത് അവർ സ്വന്തം അബദ്ധം കൊണ്ട് കുഴിയിൽ ചാടാൻ പോകുന്നതാണ് കണ്ടതെങ്കിൽ ഇവിടെ കാണുന്നത് അവർ ഈ കുഴിയിൽ വീണു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ഒറ്റപ്പെടാൻ പോവുകയാണെന്നാണ്. കൂടെയുള്ളവരെല്ലാം അവരെ തള്ളിപ്പറയും. ഒരു അന്ധനെ പോലെ, അല്ലെങ്കിൽ മനസ്സിന് സ്ഥിരതയില്ലാത്ത ഒരാളെ പോലെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, ആരോട് സഹായം ചോദിക്കണമെന്നറിയാതെ അവർ ഇങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു കടുത്ത ഏകാന്തതയിലേക്ക് അവരെ യൂണിവേഴ്സ് തള്ളിവിടും. അത് ഭയങ്കര ഒരു, സോറി ടു സേ, നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയുടെ അന്ത്യം, അങ്ങനെ ഒരു അത്രയും കടുത്തൊരവസ്ഥ വേണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. നിങ്ങളും അങ്ങനെ ഒരു എനർജി നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളത് കേട്ടിട്ട് വിട്ടുകളയണം. ഇത് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താണ് അവർക്ക് വരാനിരിക്കുന്നതെന്ന് നമ്മൾ ഈ എനർജി മനസ്സിലാക്കുക. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തരത്തിലും പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും വേണ്ട, ഒന്നും വേണ്ട, ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടാവരുത്. നിങ്ങൾ ഇത് ഇവിടെ നിന്ന് കേട്ടിട്ട് പാർട്ട് 1 തന്നെ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. പാർട്ട് 2 വന്നപ്പോൾ വേറെ എന്തോ കാര്യങ്ങളാണ് വെളിപ്പെട്ടത്. പാർട്ട് 3 വരുമ്പോൾ അവർക്ക് എന്താണ് വരാനിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് കൃത്യമായി പറഞ്ഞു തരികയാണ്. എന്തായാലും വലിയൊരു റിസൾട്ടാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. വലിയൊരു തിരിച്ചടിയാണ്. അവർ ചെയ്യുന്നതിനെല്ലാം യൂണിവേഴ്സ് കൊടുത്തോളും. നിങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് കേന്ദ്രീകരിക്കരുത്. ഇതിനെ നോക്കാൻ പോലും നിൽക്കരുത്. ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത്. കാരണം അതിന്റെ ഒരു വാങ്ങൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവരുത്. സൈഡ് എഫക്റ്റ് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. എന്തായാലും കടുത്ത ഒരു ഏകാന്തതയിലേക്ക് യൂണിവേഴ്സ് അവരെ
കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പോകുന്നത്. യൂണിവേഴ്സ് അത്രയ്ക്ക് ഇവരോട് അത്രയേറെ ഇവരുടെ കർമ്മ ഫലം തിരികെ നൽകാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ 9 ഓഫ് കപ്സിൽ 9 കപ്പുകൾ മുന്നിൽ വെച്ച് കയ്യും കെട്ടിയിരിക്കുന്ന ഒരാളെ കാണും. അതിന്റെ അർത്ഥം അയാൾ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് സാധാരണ അതിന്റെ അർത്ഥം. ഇവിടെ അവർ മറ്റുള്ളവരെ ചതിച്ചുണ്ടാക്കിയ പണമോ ആഡംബരങ്ങളോ ഇതെല്ലാം ചിലപ്പോ അവരുടെ കയ്യിൽ എല്ലാം ഒന്നും പോയിട്ടുണ്ടാവില്ല, കുറെയൊക്കെ അവരുടെ കയ്യിൽ നിലനിൽക്കുന്നുണ്ടാവും. പക്ഷെ അത് ആസ്വദിക്കാൻ അവരുടെ കൂടെ ഒരാളും ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവരുടെ വീട്ടിൽ അവരുടെ ആഡംബരങ്ങൾക്ക് നടുവിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി, സമ്പാദ്യത്തിനൊക്കെ നടുവിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ കടുത്ത ഭയത്തോടെയും വിഷാദത്തോടെയും അവർക്ക് തനിച്ചിരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായും നമ്മുടെ ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി അവരുമായി ബന്ധപ്പെട്ട ചിന്തകളെ നിങ്ങൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഞാനിപ്പോ നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കുകയെ പോലും ചെയ്യരുത്, അവരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള, അതായത് ഇപ്പോ ഇൻലോസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത റിലേഷനിൽ പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒഴിവാക്കി പോകാൻ ചിലപ്പോൾ പറ്റില്ലല്ലോ. അവര് നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചോദിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് അവരെ പറ്റി കാണാനും കേൾക്കാതിരിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യം ആണ് ചിലപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധമെങ്കിൽ, ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത്? അതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം എന്താണ്? അതായത് എങ്ങനെ മാറി നിൽക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പേജ് ഓഫ് പെന്റക്കിൾസ്, ഹൈ പ്രീസ്റ്റസ്, സ്ട്രെങ്ത്, 3 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് വാൺസ്. കാർഡുകൾ വെച്ചാൽ നമുക്കിത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 5 കാർഡാണ്. നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ഈ സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടാവാം. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലായിരിക്കാം എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം അവർക്ക് കടുത്ത തിരിച്ചടികൾ നൽകുന്ന സമയത്ത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണേണ്ടി വന്നേക്കും. ആ സമയത്ത് അത് കണ്ടില്ലെന്നടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കാം. പക്ഷെ ഓർക്കുക, അവർ അനുഭവിക്കുന്ന ആ കടുത്ത നെഗറ്റീവ് എനർജിയോ ശാപങ്ങളോ കർമ്മഫലങ്ങളോ ഒന്നുപോലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരായിരിക്കണം. അതിനായി നിങ്ങൾ എങ്ങനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചത്. കാരണം ഇങ്ങനെ ഒരു റീഡിങ് വളരെ ടോക്സിക് ആയിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു റിവൽറി പ്രൊമോട്ട് ചെയ്യാനോ ആളുകളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാനോ അല്ല കൂടുതലും താല്പര്യപ്പെടുന്നത്. നമ്മുടെ റീഡിങ്ങുകളിലൂടെ, നമ്മുടെ വീഡിയോകളിലൂടെ അതിനൊക്കെ ഒരു പരിഹാരം എങ്ങനെയെങ്കിലും നമ്മളെ തന്നെ എങ്ങനെയെങ്കിലും മോട്ടിവേറ്റ് ചെയ്യിച്ചിട്ട് ഡയറക്റ്റ് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറയണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതാണ് ഞാൻ ഈ കാർഡ് എടുത്തത്. ഇതിന് ശേഷമാണ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, അവർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും നിൽക്കാൻ പോകുന്നതെന്നാണ് ഇനി എനിക്ക് പറയേണ്ടത് നിങ്ങളോട്. അതിനു മുൻപായിട്ട് ഞാൻ ഈ ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന അഡ്വൈസ്, മൗനം പാലിക്കുക. ഹൈ പ്രീസ്റ്റസ് കാർഡ് അതാണ് പറയുന്നത്. ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാർഡാണിത്, ഹൈ പ്രീസ്റ്റസ്. ഇത് അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡും വന്നിരിക്കുന്നത്, രണ്ടും മേജർ ആർക്കാന കാർഡാണ്. ഈ ഹൈ പ്രീസ്റ്റസ് കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മൗനവും നിസ്സംഗതയുമാണ്. ആ സ്ത്രീക്ക് തകർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ സന്തോഷിക്കാനോ നാട്ടുകാരോടോ വീട്ടുകാരോടോ കൂട്ടത്തിലുള്ളവരോടോ ആരോടോ അത് പറഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ അവരോട് തന്നെ സഹതാപം കാണിച്ച് വീണ്ടും ആ എനർജിയിലേക്ക് നടന്നു കയറാനോ നിൽക്കരുത്. ഒന്നിനും നിൽക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ അവബോധം ശക്തമാക്കി വെക്കുക. എല്ലാം കാണുക, മനസ്സിലാക്കുക, പക്ഷെ ഒരു വാക്കുപോലും പുറത്തു പറയാതെ പൂർണ്ണമായ മൗനം പാലിക്കുക. നിങ്ങളുടെ ആ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഷീൽഡ്. അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. അല്ലെങ്കിൽ ഇവർ നിങ്ങളെ അതിലേക്ക് വലിച്ചിടാനും സാധ്യതയുണ്ട്, വലിച്ചിഴക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതിലൊന്നും നിങ്ങൾ നിൽക്കരുത്.
അതുപോലെ ആത്മനിയന്ത്രണവും ക്ഷമയും കൈവിടരുത്. ഒരു സിംഹത്തിന്റെ വായ വളരെ ശാന്തമായി അടച്ചു പിടിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഈ സ്ട്രെങ്ത് കാർഡിലുള്ളത്. നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തെയും പ്രതികാര ചിന്തകളെയും പൂർണ്ണമായി അടക്കി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് പറയുന്നത്. ആ സ്ത്രീ തകരുമ്പോൾ എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾക്കിത് കിട്ടിയല്ലോ എന്ന രീതിയിലുള്ള ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വരാൻ അനുവദിക്കരുത്. അതിന് നിങ്ങൾ മാനസികമായ കരുത്ത് നേടണം. എന്തായാലും അവർക്ക് ഇതാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ആദ്യം നമ്മൾ കണ്ടതുപോലെ ഒരു ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയിലേക്ക് തീർച്ചയായിട്ടും വരണം. നിങ്ങളെ അങ്ങനെ നിങ്ങൾ മാറ്റിക്കൊണ്ടുവരണം. നിങ്ങളുടെ മനസ്സിനെ ഒരു സിംഹത്തെ പോലെ ശക്തമായിട്ട് നിയന്ത്രിക്കുക. നിങ്ങളുടെ വിജയത്തിലും കരിയറിലും മാത്രമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ്. അതായത് ഈ എനർജി പിന്നെ നിങ്ങൾ ഇവരിൽ നിന്ന് ശ്രദ്ധ മാറ്റണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി എങ്ങോട്ടാണ് മാറ്റുന്നതെന്ന് കൂടി ഒരു നിർദ്ദേശം യൂണിവേഴ്സ് ഈ കാർഡുകളിലൂടെ, അതായത് പേജ് ഓഫ് പെന്റക്കിൾസിലൂടെയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് നേരത്തെ ക്യൂൻ ഓഫ് വാൻസ് വന്നിരുന്നു, ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെയും ഒരു പൂർണ്ണതയിലേക്കാണ് എത്തുന്നത്. അതായത് നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾ, പഠനം, കരിയർ, പണം ഉണ്ടാക്കാനുള്ള വഴികൾ എന്നിവയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയർ, സാമ്പത്തികമായ സുരക്ഷിതത്വം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവായി നിങ്ങൾ മാറുക. കഠിനാധ്വാനം ചെയ്യുക. ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുക. ആ സ്ത്രീയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവരുത്. ഉണ്ടാവാത്ത വിധം നിങ്ങളുടെ ജീവിതത്തെ, സ്വന്തം ജീവിതത്തെ നിങ്ങൾ തിരക്കുള്ളതാക്കി മാറ്റുക. നിങ്ങളുടെ വിജയമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. നമ്മളത് ക്യൂൻ ഓഫ് വാൻസ് ആയപ്പോൾ ആ കാർഡ് വന്നപ്പോഴും കണ്ടിരുന്നു. ഈ കിങ് ഓഫ് വാൻസിനെ പോലെ നിങ്ങൾ നിൽക്കുക. നിങ്ങളൊരു ക്യൂൻ ഓഫ് വാൻസിനെ പോലെയുള്ള ഒരു പവറിലിരിക്കുന്ന സമയമായിരിക്കും. ഇവിടെ കിങ് വന്ന സ്ഥിതിക്ക് നിങ്ങളൊരു ക്യൂൻ ആണ്. എന്തായാലും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ ആ സമയത്തായിരിക്കും. അത്രയും തിരക്കായിരിക്കും. അതിലേക്ക് തന്നെ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കേന്ദ്രീകരിപ്പിക്കുക. അപ്പോ ഒരു കാര്യം കൂടി ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിനിടയിൽ വരാൻ പോകുന്ന മാറ്റമെന്ന് നമ്മൾ അടുത്തതായിട്ട് കാർഡ് എടുത്ത് നോക്കുന്നുണ്ട്. എന്നാലും ഞാനൊരു സൂചന നൽകുകയാണ്. സെവൻ ഓഫ് പെന്റക്കിൾസ് വന്നപ്പോൾ നമ്മൾ 7 മാസം, അതേപോലെ 8 ഓഫ് പെന്റക്കിൾസും കൂടി ചേർത്ത് 7 or 8 മാസങ്ങൾക്കുള്ളിൽ ഈ തിരിച്ചടി അവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നല്ല തിരക്കിലും, പണം, കരിയർ അതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കും ഇവിടെ സൂചനകളുണ്ട്. നിങ്ങൾ രാജാവിനെ പോലെ ആയിട്ടുണ്ടാവുമെന്ന് ഇവിടെ സൂചനകളുണ്ട്. നേരത്തെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയിൽ ആത്മവിശ്വാസത്തോടു കൂടി ആയിരിക്കും നിങ്ങളെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് 7-8 മാസങ്ങൾക്കുള്ളിൽ ആ സമയത്ത് നിങ്ങൾ എന്തായാലും നല്ലൊരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പോലെയല്ല, നല്ലൊരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സൂചന. എന്തായാലും പോസിറ്റീവായ ആളുകളോടൊപ്പമൊക്കെ ആ സമയത്ത് നിങ്ങൾ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഈ സ്ത്രീയുടെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങളുടെ കുടുംബം, നിങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പമൊക്കെ സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പോസിറ്റീവായ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ ആ സ്ത്രീയുടെ ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വലയം ഭേദിച്ച് ഉള്ളിലേക്ക് വരില്ല. അത് വരാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. അവരുടെ ലൈഫിൽ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അത് അവരുടെ കർമ്മഫലമാണ്. അത് അവരൊറ്റയ്ക്ക് അനുഭവിച്ചോളും, അതിനെ അവരൊറ്റയ്ക്ക് നേരിട്ടോളും. നമ്മളുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ അവസാന ചോദ്യം. ഇത്രയും കാലം നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിന് പകരമായി പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ നൽകാൻ പോകുന്നു വലിയ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും എന്തൊക്കെയാണ്? നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല. യൂണിവേഴ്സ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. നിങ്ങൾക്ക് എന്താണ് നൽകാൻ പോകുന്നതെന്ന സൂചനകൾ നമുക്ക് നൽകിയാൽ മതി. വിശദമായിട്ട് അതിനെ സംബന്ധിക്കുന്ന റീഡിംഗ് നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, ഈ എനർജി നമ്മൾ തൽക്കാലം ഇങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. നിങ്ങൾ അവർക്ക് ഈ തിരിച്ചടികളൊക്കെ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകാൻ പോകുന്നത്? ഇത് നമ്മൾ വിശദമായിട്ട് പിന്നീട് നോക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള സൂചനകൾ എടുക്കാം. മജീഷ്യൻ, 2 of Cups, Chariot, 2 of Swords, 10 of Swords, 6 of Swords. ഈ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു പോർഷനിലുണ്ടായ എല്ലാ വിഷമവും മാറി. അവർക്ക് തിരിച്ചടി കിട്ടുമ്പോഴല്ല നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ഉണ്ടാകുമ്പോഴാണ്. ആ ഹീലിംഗ് ആണ് ഈ കാർഡുകൾ ഉറപ്പ് നൽകുന്നത്. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച കടുത്ത വേദനകളുടെയും ചതികളുടെയും അധ്യായം പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് ഒരു മാന്ത്രികനെ പോലെ സ്വന്തം ജീവിതം മാറ്റിയെഴുതാൻ പോകുന്ന നിങ്ങളുടെ ഒരു പുനർജന്മമാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. ഇവിടെ 10 of Swordsഉം 2 of Swordsഉം ചേർന്ന് നമ്മളോട് പറയുന്നത് ഇത്രയും നാൾ കടുത്ത മാനസിക വിഷമത്തിലും എന്ത് ചെയ്യണമെന്നറിയാത്ത കടുത്ത ആശയക്കുഴപ്പത്തിലുമായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്.
നിങ്ങളുടെ പുറകിൽ പലരും കത്തികൊണ്ട് കുത്തുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ, അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടായതെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ കറുത്ത അധ്യായം ഇവിടെ പൂർണ്ണമായി അവസാനിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ ഒന്നും നിങ്ങൾക്ക് വരാനില്ല. യൂണിവേഴ്സ് അതിന് അനുവദിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ 10 വാളുകളും യൂണിവേഴ്സ് ഊരി മാറ്റാൻ പോവുകയാണ്. ഇനി ആ വേദനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല ഒരിക്കലും. സമാധാനത്തിന്റെ പുതിയ തീരങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ 6 ഓഫ് സോഡ്സും ചാരിയറ്റും പറയുന്നത് പോലെ കലുഷിതമായ ഒരു തീരത്തു നിന്നും ശാന്തമായ ഒരു തീരത്തേക്ക് വഞ്ചി തുഴഞ്ഞു പോകുന്ന ഒരു കുടുംബത്തെയാണ് ഇതിൽ കാണുന്നത്. അതിനൊപ്പം തേരുകൂടി വരുമ്പോൾ പ്രപഞ്ചം നൽകുന്ന സൂചന നിങ്ങളുടെ ജീവിതം ഇനി വളരെ വേഗത്തിൽ പോസിറ്റീവായ മാറ്റങ്ങളിലേക്ക് കുതിക്കുമെന്നാണ്. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും സങ്കടങ്ങളും മാറി മാനസികമായ സമാധാനവും സന്തോഷവുമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് കുടുംബത്തോടൊപ്പം യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ പോവുകയാണ്. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആ സ്ത്രീ കാരണം നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിലൊക്കെ വിള്ളലുകളൊക്കെ ഉണ്ടായതായിട്ട് നമ്മൾ ആദ്യം കണ്ടിരുന്നു. ആ നഷ്ടപ്പെട്ട സ്നേഹങ്ങളും ബന്ധങ്ങളും ഒക്കെ നിങ്ങൾക്ക് തിരികെ വരുന്നു. നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞും അവരുടെ നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുറെ നഷ്ടം വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു. ആ സ്ത്രീ കാരണം നിങ്ങളുടെ കുടുംബത്തിലോ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായിട്ടോ എന്തെങ്കിലും അകൽച്ചയോ തകർച്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി 2 ഓഫ് കപ്സിലേക്ക് നിങ്ങൾ വരികയാണ്. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. പരസ്പരം സ്നേഹത്തോടെ കപ്പുകൾ കൈമാറുന്ന 2 മനുഷ്യരാണിത്. തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. എന്തു തന്നെയായാലും നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ മനസ്സിലെ ഏകാന്തത ഇല്ലാതെയാകും. നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാന്ത്രികനെ പോലെയാണ് വർത്തിക്കാൻ പോകുന്നത്. എല്ലാത്തിലും ഉപരിയായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ മജീഷ്യൻ കാർഡാണ്. ഈ മജീഷ്യൻ എനർജിയാണ്. പ്രപഞ്ചത്തിലെ സർവ്വ എനർജിയും കയ്യിലേന്തി നിൽക്കുന്ന ഒരു മാന്ത്രികനാണിത്. എല്ലാ ടൂൾസും നിങ്ങളുടെ കയ്യിലുണ്ട്. യൂണിവേഴ്സിന്റെ സകല വരങ്ങളും കയ്യിലേന്തി നിൽക്കുന്ന ഒരു ആളാണ് നിങ്ങൾ. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തകർക്കാൻ നോക്കിയവരുടെ മുന്നിൽ, നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവരുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളെ യൂണിവേഴ്സ് ഒരു മാന്ത്രികനെ പോലെ വളർത്താൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് ദുരന്തം അനുഭവിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പണം, നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ, നിങ്ങളുടെ പ്രപഞ്ചം, നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങൾക്ക് ഇരട്ടിയായി തിരികെ നൽകും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷനും ഇല്ല. ഈ വന്നിരിക്കുന്ന എനർജിയിൽ കൂടുതൽ ഒന്നും ഇനി പറയാനില്ല. നമുക്ക് ഈ 3 ഭാഗങ്ങളായിട്ട് ചെയ്ത വീഡിയോയുടെ എൻഡ് അവസാനമാണ് നമ്മളിപ്പോ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു സീരീസ് അല്ലെങ്കിൽ അടുത്ത വീഡിയോയുമായിട്ടാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങൾ, തിരിച്ചടികളിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് വിശദമായിട്ട് നമ്മൾ നോക്കും. ആ ഒരു നിങ്ങളുടെ ഒരു കമ്മിങ് ബാക്ക്, നിങ്ങളുടെ ഒരു സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അതിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഹൈപ്പും എല്ലാം ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനും മറക്കരുത്. ചാനൽ മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എടുത്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.